എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷോപ്പിക വെഡിങ്സ് ദ ബ്രൈഡൽ ലെഗസി. നിലമ്പൂർ നഗരസഭ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം ഇന്ധന കുടിശ്ശികയെ തുടർന്ന് കട്ടപ്പുറത്ത്. കുടിശ്ശിക പൂർണ്ണമായി അടച്ച ശേഷമേ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കൂ എന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. നഗരസഭ വൈസ് ചെയർമാൻ കുമഞ്ചേരി ഷൗക്കത്ത് അലി വിഷയം ഇന്ന് നടന്ന ബോർഡ് യോഗത്തിൽ ഉന്നയിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൗക്കത്ത് അലിയാണ് വിഷയം യോഗത്തിൽ ഉന്നയിച്ചത്. ഇന്ധന കുടിശ്ശിക വരുത്തിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരോട് ചെയർപേഴ്സൺ വിശദീകരണം തേടി. 1,89,000 രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അടയ്ക്കാനുള്ളത്. ഇതു സംബന്ധിച്ച് ഫയൽ ക്ലിയറാക്കി പണം അടയ്ക്കാനാണ് നിർദ്ദേശം നൽകിയത്. പണം അടച്ച ശേഷം മാത്രമായിരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാർ ഉപയോഗിക്കുക. ഇന്ധന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ഫയലിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായതായും യോഗത്തിൽ വിമർശനമുണ്ടായി. അതിന് നവംബർ 1 കൊടുക്കും. നമുക്ക് 15 ദിവസം കൂടുമ്പോഴാണ് ബില്ല് വരുന്നത്. അതിന് സെക്കൻഡ് ടൈം കൊടുക്കാണ്ട്, അതുപോലെ ഡിസംബർ 1 ടൈമാണ് അവർ ബില്ല് നമുക്ക് നഗരസഭയ്ക്ക് അയച്ചിട്ടുള്ളത്. അത് കൊടുക്കാണ്ട് അത് ഒരു ആവറേജ് 40 റേഞ്ചിലാണ് വരാറ്. 40,000 റേഞ്ചിലാണ് 15 ദിവസം കൊണ്ട് വരാറ്. അതിപ്പോ ഡിസംബർ സെക്കൻഡ് ടൈമിൻ്റെ 28,000 സംതിങ് വന്നിട്ടുള്ളൂ. പക്ഷെ അത് വന്നിട്ടില്ല. അവർ തന്നത് വെച്ചിട്ട് 2 ടൈമുണ്ട്. നവംബർ സെക്കൻഡ് ടൈമും ഡിസംബർ 1 ടൈമും. നമുക്ക് അയച്ചു തന്നത് 1,89,000 ചില്ലാനം രൂപ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ചെയർപേഴ്സന്റെ വണ്ടിയിൽ നിർവ്വാഹമില്ല എന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. എന്തുകൊണ്ട് ഡിലേ വരുത്തിയെന്ന് ഇതൊരു അപമാനകരമായ സാഹചര്യം ശരിക്കും. ആ സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഇനി എന്ത് ചെയ്യണം, എന്തുകൊണ്ട് വന്നു, ഇനി എന്തൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. നമുക്ക് പമ്പ് ബില്ലായിട്ട് 2 തന്നിട്ടുള്ളൂ. വേറെ 2 തരാനുണ്ട്. ഡിസംബർ സെക്കൻഡ് ടൈമും അതുപോലെ ഇലക്ഷനിൽ ഓടിയതിന്റെ ബില്ലാണെന്നാണ് അവർ പറയുന്നത്. ആ 2 അവർ നമുക്ക് അയച്ചിട്ടില്ല. അവർ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും മേ ബി. ഇവിടെ ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ തവണ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാറിന് ഇന്ധനം അടിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു. ഇത് നഗരസഭാ ചെയർപേഴ്സൺ ബോർഡ് യോഗത്തിൽ ഉന്നയിച്ചു. അതേ വണ്ടിക്ക് തന്നെ 3,850 രൂപ 80 പൈസ. വീണ്ടും 6 തവണത്തിന് 6,897 സെന്റിമീറ്റർ പിന്നീട് തന്നെ 3,728. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടിയില്ലാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രതിരോധത്തിലായി. സെക്രട്ടറി, സൂപ്രണ്ട് എന്നിവർ അവധിയിലായിരുന്നതിനാൽ ഇന്ന് മറ്റ് ഉദ്യോഗസ്ഥരാണ് മറുപടി നൽകിയത്. കഴിഞ്ഞ നവംബർ, ഡിസംബർ മാസങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സന്റെ വാഹനത്തിന് ഇന്ധനമടിച്ച വകയിൽ പെട്രോൾ പമ്പിൽ കുടിശ്ശിക വരുത്തിയതോടെയാണ് ഇന്ധനമില്ലാതെ വാഹനം പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിച്ചത്. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്തുണ്ടായ കുടിശ്ശികയെ തുടർന്നാണ് പുതിയ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന് പൊതുപരിപാടികൾക്കുൾപ്പെടെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാനാവാതെ ഓട്ടോറിക്ഷയിൽ സ്വന്തം ചെലവിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടായത്. കുടിശ്ശിക ഇനത്തിൽ 38,000 രൂപയുടെ ചെക്ക് പമ്പ് ഉടമകൾക്ക് കൈമാറിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബോർഡ് യോഗത്തിൽ അറിയിച്ചു. കുടിശ്ശിക ഉടൻ അടച്ച് ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പുറത്തിറക്കാനും നടപടി ഉണ്ടാകും. പുതിയ ചെയർപേഴ്സണ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കേണ്ടി വന്ന അവസ്ഥ ഗൗരവമേറിയതാണെന്ന് വിഷയം അവതരിപ്പിച്ച വൈസ് ചെയർമാൻ കുമഞ്ചേരി ഷൗക്കത്ത് അലി, ഷെഫീഖ് മണലോടി, ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ തുടങ്ങിയ UDF കൗൺസിലർമാർ ബോർഡ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. നിലമ്പൂർ നഗരസഭയുടെ കീഴിലുള്ള ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കുമ്പോൾ മുൻമന്ത്രിയും ദീർഘകാലം നിലമ്പൂരിന്റെ MLA-യുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പേര് നൽകണമെന്ന് ഡിവിഷൻ കൗൺസിലർ മുസ്തഫ കളത്തുംപടിക്കൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൗക്കത്ത് അലി പിന്താങ്ങി. ചെയർപേഴ്സൺ ഉൾപ്പെടെ പിന്തുണച്ചതോടെ ആര്യാടൻ മുഹമ്മദ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്ന് നാമകരണം ചെയ്യാനും തീരുമാനിച്ചു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട DPR-കൾ പരിശോധിക്കാനും UDF കാലത്ത് കൊണ്ടുവന്ന DPR ഒഴിവാക്കി LDF ഭരണസമിതി പുതിയ DPR കൊണ്ടുവന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും DPR-ന് അനുമതി ലഭിക്കാനുള്ള ഫീസ് അടക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങളും പുതിയ DPR പ്രകാരം നഗരസഭയ്ക്ക് അധിക ബാധ്യത വരുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിശദമായ റിപ്പോർട്ട് 15 ദിവസത്തിനകം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ താൽക്കാലികമായി തുറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ പുതിയ പദ്ധതിയിലൂടെ പുനർനിർമ്മിക്കാനും തീരുമാനിച്ചു. നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ബൊക്കകൾക്കും പ്ലാസ്റ്റിക് മാലകൾക്കും പകരം ആദരവ് ചടങ്ങുകളിൽ പൂക്കളും വൃക്ഷത്തൈകളും നൽകാനും യോഗത്തിൽ തീരുമാനമായി. എ+ വിഷൻ, നിലമ്പൂർ. You were right, you were right, you were right. You were right, you were right, you were right. Don't wanna fight, fight, fight. 'Cause you were right, right, right. Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur.